ഈ വർഷത്തെ ഏറ്റവും ഗംഭീര തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ് സെൻഡ് ഹെൽപ്പ് കണ്ടപ്പോൾ എനിക്ക് കിട്ടിയത്. PVR പാസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് വെറും 123 രൂപയ്ക്ക് പടം കാണാൻ പറ്റി. അത് മാത്രമല്ല സ്ക്രീൻ 6 ഫ്ലാറ്റ് സ്ക്രീനാണ്, പടവും ഫ്ലാറ്റ് ആണ്, ഇങ്ങനെ നിറഞ്ഞു കാണാൻ പറ്റും. അത് മാത്രമല്ല 3D, ഇതിന്റെ 3Dയുടെ ഡെപ്ത്, ഷാർപ്നെസ്, ബ്രൈറ്റ്നസ് ഇതെല്ലാം എടുത്തു പറയേണ്ടതായിരുന്നു. ഈ വർഷം കണ്ടതിൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള പടം, ഈ വർഷം ഇതുവരെ ലഭിച്ചതിൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള സിനിമാറ്റിക് എക്സ്പീരിയൻസ്, അതാണ് സാം റൈമിയുടെ സെൻഡ് ഹെൽപ്പ് എന്നുള്ള സിനിമയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പുള്ളിയുടെ ആ ഒരു ക്ലാസിക് ഹൊറർ ടച്ച്, ഇതൊരു സർവൈവൽ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇതിനകത്ത് പൊട്ടിച്ചിരിപ്പിക്കുന്ന കുറെ സർക്കാസ്റ്റിക് എലമെന്റ്സ് ഉണ്ട്. ഈ പൊട്ടിച്ചിരിക്കുന്ന സർക്കാസ്റ്റിക് എലമെന്റ്സിന്റെ കൂടെ തന്നെ ഭീകരമായിട്ടുള്ള വയലൻസും ബ്ലഡ് ഷെഡും വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഈ സിനിമയുടെ ജോണർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം ഉള്ള, അതായത് വലിയ വയലൻസ് ഉള്ള എന്നാൽ അതേസമയം ചിരിപ്പിക്കുന്ന ഒരു സർവൈവൽ ത്രില്ലർ മൂഡിൽ ഒരു ഹൊറർ, ആ രീതിയിലെല്ലാം വരുന്ന ഈ വർഷത്തെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള സിനിമാറ്റിക് എക്സ്പീരിയൻസ് എനിക്ക് നൽകിയ പടമാണ് സെൻഡ് ഹെൽപ്പ്. ഈ സിനിമയുടെ ഈ റിവ്യൂ ഞാനത് 2 ഘട്ടമായിട്ട് പറയാം. കാരണം അത് ഞാൻ ഈ സിനിമയെക്കുറിച്ച് പറയാം, അതിനകത്ത് ഒന്നും സ്പോയിലർ ഉണ്ടാവില്ല. അതിനുശേഷം ഞാൻ ഈ സിനിമയെ വിലയിരുത്തുമ്പോൾ നിങ്ങളത് കേൾക്കണമെന്നില്ല, നിങ്ങൾ നേരെ തിയേറ്ററിലേക്ക് പൊക്കോളൂ. കാരണം ഇതൊരു കിടിലം പടമാണ്. ഈ പടം ഫ്ലാറ്റ് റേഷ്യോ 3Dയിലാണ് വന്നിരിക്കുന്നത്. ഈ സിനിമ ഫ്ലാറ്റ് റേഷ്യോയിൽ തന്നെ നിങ്ങൾ കാണാൻ പാടുള്ളൂ. ഇപ്പോൾ കൊച്ചിയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടത് PVR ഫോർമോൾ ഓഡി നമ്പർ 6 ഈ ഓഡി 6 എന്ന് പറയുന്ന ഒരു ഫ്ലാറ്റ് സ്ക്രീനാണ്. ഈ പടം ഫ്ലാറ്റ് പടം ആയതുകൊണ്ട് തന്നെ ഫുൾ സ്ക്രീനിൽ നിറഞ്ഞ് കാണാം. 3D ആണ്. 3D എന്ന് പറയുന്നത് നിസ്സാര വെറുതെ പറയുന്ന 3D അല്ല. ഇവർ ഇതിന് വേണ്ടി ഈ 3D കൺവേർഷന് വേണ്ടി, 3D കൺവേർഷൻ ഏതൊക്കെ ടീമാണെന്നുള്ളത് ഓൾറെഡി ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അവരുടെ പേരൊക്കെ കാണാം, ആ ഒരു കമ്പനി ഏതാണെന്നുള്ളത്. ആ കമ്പനിയുടെ 3D കൺവേർഷൻ പടങ്ങൾ ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം ചുമ്മാ 3D ചെയ്തിരിക്കുന്നതല്ല, ഇതിൽ വരുന്ന ഓരോ സീക്വൻസും 3D നമുക്ക് അത്രയും ഡെപ്ത്, അത്ര ഷാർപ്നെസ്, അതിൻ്റെ ബ്രൈറ്റ്നസ്, ഇതെല്ലാം കൊണ്ട് നമുക്കൊരു നല്ല 3D എക്സ്പീരിയൻസ് ഈ പടം നൽകും. ഈ സിനിമയുടെ 3D എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ പടം എല്ലാം കഴിഞ്ഞ് എൻഡ് ക്രെഡിറ്റ്സ് റോൾ ചെയ്യുകയാണ്. എൻഡ് ക്രെഡിറ്റ്സ് റോൾ ചെയ്യുമ്പോൾ പോലും നമുക്ക് ആ 3D എഫക്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ സിനിമ 3Dയിൽ തന്നെയാണ് കാണേണ്ടത്. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് 2D വേർഷനുണ്ട്. ഇപ്പോൾ സിനിപോളിസിലൊക്കെ 2D വേർഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ 2D വേർഷനാണ് നിങ്ങൾ കാണാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ അത് ക്രോപ്ഡ് ആണ്. അതായത് സാം റൈമി എന്ന് പറയുന്ന സംവിധായകൻ അദ്ദേഹത്തിന്റെ പടം വ്യൂവേഴ്സ് എങ്ങനെ കാണണമെന്ന് ഇന്റന്റ് ചെയ്തിരിക്കുന്നു, ആ രീതിയിൽ നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ഇത് ഫ്ലാറ്റ് സ്ക്രീൻ ആയിരിക്കണം, 3D ആയിരിക്കണം. PVR ഫോർമൽ ഓഡി 6 ഇത് കണ്ടത്. ഓഡി 6 തന്നെ ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി ഒരു പക്ഷേ നമുക്ക് ഭാഗ്യമുണ്ടായി ഇവരത് PXL സ്ക്രീനിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയിരിക്കും. PXL എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വലിയ സ്ക്രീനിലാവും. കാരണം ഈ പടം അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി സിനി ഫയൽസിനെ തൃപ്തിപ്പെടുത്താനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും എല്ലാവരും നോക്കുന്നത്. കൂടുതൽ ആളുകൾ വരുന്ന ഒരു സിനിമ ഏതാണോ അതിനാണ് അവർ PXL സ്ക്രീൻ കൊടുക്കുകയുള്ളൂ. ഒരു ഫ്ലാറ്റ് റേഷ്യോ പടം ഉണ്ടായിട്ടും വലതുവശത്തെ കള്ളനോ പ്രകമ്പനോ എന്തൊക്കെയാണ് ഇപ്പോഴൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ നമുക്ക് ഡിസപ്പോയിൻമെന്റ് ആണ്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലം കേരളം അല്ലാതെ വേറെ എവിടെയെങ്കിലും ഒക്കെ PXL എവിടെയൊക്കെ ഒരു വലിയ ഫ്ലാറ്റ് സ്ക്രീനിൽ ഒരു PLF നിങ്ങൾക്ക് ഈ പടം കാണാൻ ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വിടരുത്. കാരണം അതിഗംഭീരമായിട്ടുള്ള തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ഇത്രയും കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ തിയേറ്ററിലേക്ക് പോവുകയോ ബുക്ക് ചെയ്യുകയോ ചെയ്യുക. കാരണം ഇനി അങ്ങോട്ട് പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം, കാരണം ഒരു റിവ്യൂവും ആക്ച്വലി സ്പോയിലർ ഇല്ലാതെ വരില്ല. നമ്മളിപ്പോൾ ഒരു ക്യാരക്ടറിന്റെ ആ ക്യാരക്ടറിന്റെ സ്വഭാവം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് സ്പോയിലർ ആവാൻ സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങളത് അവോയ്ഡ് ചെയ്യുക. അപ്പൊ ഇനി പറയുന്ന കാര്യങ്ങൾ ഈ സിനിമ കാണാത്തവർ കേൾക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഈ പടത്തിൽ പ്രധാനമായിട്ടും 2 ക്യാരക്ടേഴ്സാണ് ഉള്ളത്. ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരാൾ വളരെ റൂഡായിട്ടും വേറൊരാൾ അതെല്ലാം സഹിച്ച് കഴിയുന്ന രീതിയിൽ ഇത് ഓൾറെഡി ഇതിന്റെ ട്രailerലടക്കം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആസ് എ വ്യൂവർ എന്നുള്ള രീതിയിൽ ഓക്കെ, ആ ഒരു ക്യാരക്ടർ ഇപ്പോൾ ക്യാരക്ടറാണ്, അപ്പോൾ പുള്ളി ആ നമ്മൾ ഇമോഷണലി ആ ക്യാരക്ടറിന്റെ സൈഡിൽ നിന്നായിരിക്കും പിന്നീട് ആ സിനിമ കാണുന്നത്. എന്നാൽ ഈ പടത്തിന്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ, അതായത് ഒരു ബോസി ആറ്റിറ്റ്യൂഡുള്ള ഒരാളും അയാളുടെ എംപ്ലോയി ആയിട്ടുള്ള ഒരു ക്യാരക്ടറും കൂടി പുറം ലോകമായിട്ട് ബന്ധമൊന്നുമില്ലാത്ത ഒരു ഐലൻഡിൽ പെട്ടുപോയി കഴിയുമ്പോൾ പിന്നീട് ഇവരുടെ ഒരു ക്യാരക്ടർ ആർക്ക് ഉണ്ടല്ലോ അത് അങ്ങോട്ടും ചേഞ്ച് ആവും. ഇത് ഇന്റൻഷനാണ്, പക്ഷെ അതാണ് ഈ സിനിമയുടെ ഭംഗി. അത് അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വരുന്നത്. ഓഫീസ് പോർഷൻ കഴിഞ്ഞ് പിന്നെ ദ്വീപിലേക്ക് കഥ നടക്കുമ്പോൾ ഇവരുടെ ക്യാരക്ടർ ആർക്ക് മാറുന്നത് മാത്രമല്ല, ഓരോ 10 മിനിറ്റ് കഴിയുമ്പോഴും എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇങ്ങനെ സ്ക്രീനിൽ വന്നുകൊണ്ടിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹണ്ടിങ് സീക്വൻസ് ഉണ്ട്, അതിലിങ്ങനെ ബ്ലഡ് ഷെഡ് ചോരപ്പുഴയൊക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോലും നമുക്ക് ആ മൊമെന്റിൽ ചിരിക്കാനുള്ള വക ഈ പടം നൽകുന്നുണ്ട്. അപ്പൊ ഈ ഒരു ജോണർ ഇങ്ങനെ ബെൻഡ് ചെയ്ത് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ, അതെല്ലാം ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. 2 ക്യാരക്ടേഴ്സ് അവരുടെ ആറ്റിറ്റ്യൂഡ് തമ്മിലുള്ള ഒരു പ്രശ്നം, അതിലുണ്ടാവുന്ന കോൺഫ്ലിക്റ്റ്,
ഇതിലൂടെ എത്ര സമയം ഇവർ മുന്നോട്ട് പോകുമെന്നുള്ള ചോദ്യത്തിനാണ് പടത്തിന്റെ ഫൈനൽ ആക്ട് വന്നിരിക്കുന്നത്. അത് മൊത്തത്തിൽ ആ ഫൈനൽ ആക്ട് സ്റ്റേജ് ചെയ്തിരിക്കുന്ന രീതി, ഈ പടം എൻഡിങ് എൻഡിങ് എന്നൊക്കെ പറഞ്ഞ ഒരു ഒന്നൊന്നര എൻഡിങ് ആണ്. ആ സമയത്ത് ആ ക്യാരക്ടർ പറയുന്ന ഡയലോഗ്, പിന്നെ വളരെ ക്ലാസിക് ഒരു പാട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ഈ പടം അവസാനിപ്പിക്കുന്നു. അമ്പോ രക്ഷയില്ല. ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ട്രസ്റ്റ് മീ, നിങ്ങൾ ഈ പടം കണ്ടു കഴിഞ്ഞാൽ ഒട്ടും റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല. കാരണം നിങ്ങളുടെ ഈ 2026 എന്നുള്ള വർഷത്തിലെ ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നായിരിക്കും സെൻഡ് ഹെൽപ്പ്. ഒന്നുമില്ലെങ്കിൽ ഏറ്റവും നല്ല തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഒന്നായെങ്കിലും മാറും. പടം നൽകുന്ന ആ ഒരു മൂഡ്, ആ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്, ഇതൊക്കെ ഒരു വേറെ ലെവലാണ്. പിന്നെ ടെക്നിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സൗണ്ട് ഡിസൈൻ, ഇതിനകത്തൊരു ഫ്ലൈറ്റ് തകരുന്നത്, ഒരു ഹണ്ടിങ് സീക്വൻസ്, പിന്നെ ഇടക്ക് മഴ പെയ്യുന്നത്, ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതിനകത്ത്. ഈ സാം റൈമി എന്ന് പറയുന്ന ഡയറക്ടർ നമുക്കറിയാം, ഈവൽ ഡെഡ്, പിന്നെ സ്പൈഡർമാൻ, പിന്നെ ഡോക്ടർ സ്ട്രേഞ്ച്, ഇങ്ങനത്തെ കുറെ ഡ്രാഗ് മീ ടു ഹെൽ, ഇതൊക്കെ ഇതുപോലത്തെ പടങ്ങളൊക്കെ എടുത്തിട്ടുള്ള ആളാണ്. പുള്ളിയുടെ പടങ്ങളിലുള്ള കുറച്ച് സിഗ്നേച്ചർ സംഭവങ്ങളെല്ലാം ഈ പടത്തിൽ വരുന്നുണ്ട്. അത് ഹൊററായിട്ടും വരുന്നുണ്ട്, അല്ലാതെയും വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ ഇങ്ങനെ കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. ടെക്നിക്കലി ടോപ്പ് നോച്ചാണ്. സൗണ്ട് ഡിസൈനൊക്കെ വരുന്നത് ഗംഭീരമാണ്. ഗംഭീരമായിട്ടുള്ള സിനിമാറ്റോഗ്രാഫി ഉണ്ടാവും, എക്സെപ്ഷണൽ സൗണ്ട് ഡിസൈൻ ഉണ്ടാവും, സൗണ്ട് മിക്സിങ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം. പിന്നെ ഈ പടത്തിന്റെ എഡിറ്റിംഗ് പാറ്റേൺ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു സെക്കൻഡ് പോലും എവിടെയും ബോറടിക്കാത്ത രീതിയിൽ അതുപോലെയൊക്കെയാണ് പോകുന്നത്. ഇതിന്റെ പെർഫോമൻസ്, റേച്ചൽ മെക്കാഡംസ്, നമ്മൾ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള, അഡോറബിൾ ആയിട്ടുള്ള റേച്ചൽ മെക്കാഡംസിനാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ. ഈ സിനിമയുടെ തുടക്കത്തിൽ ആ ക്യാരക്ടറിനോട് ബാക്കിയുള്ളവരെല്ലാം പെരുമാറുന്നതും, പിന്നെ ഈ ലോൺലിനെസ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. അപ്പൊ ഈ ലോൺലിനെസ് എന്ന് പറയുന്ന സംഗതി ഈ ക്യാരക്ടർ അനുഭവിക്കുന്നതും, ഈ ക്യാരക്ടറിന്റെ സൈഡിൽ നിന്ന് നമുക്ക് നമുക്ക് രണ്ടുപേരെന്ന് പറയുമ്പോൾ ഈ ക്യാരക്ടറിനോടൊക്കെ നമുക്ക് കൂടുതൽ ഒരു എമ്പതിയൊക്കെ ഉണ്ടാവുന്നത്. പക്ഷെ അതെല്ലാം മാറി മറിയുന്ന രീതിയിൽ പുള്ളിക്കാരി ഷീസ് ദ ബോസ് എന്നാണ് ഇതിന്റെ പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത്. ആ രീതിയിലേക്ക് ഇങ്ങനെ മാറുന്ന ആ ക്യാരക്ടർ ആർക്ക് ഗംഭീരമാണ്. കുറേ കാര്യങ്ങളെല്ലാം ആ ക്യാരക്ടറിൽ കാണിക്കുന്നത്. ഇതിനകത്ത് ഒരു വളരെ ഇന്റൻസ് ആയിട്ടുള്ള കുറേ മൊമെന്റ്സ് എല്ലാം ഉണ്ട്. അതിനകത്തൊക്കെ ആക്ടിങ് ഒക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. റേച്ചൽ മെക് ആഡംസ് സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഡയലൻ ഓബ്രിയൻ, ഈ ക്യാരക്ടർ, ഇയാളുടെ അരഗൻസ്, ഇയാളുടെ ആ കോക്കി അല്ലെങ്കിൽ ബോസി ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു കളിയാക്കിച്ചിരിയൊക്കെ ഉണ്ട് പുള്ളിയുടെ. ഇത് ഭയങ്കര നാച്ചുറൽ ആയിട്ട് വരുന്ന ഒരു കളിയാക്കിച്ചിരിയാണ്. അത് കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഇറിറ്റേഷൻ, ഈ സംഭവങ്ങളെല്ലാം ഉണ്ടല്ലോ, ഇത് പക്കയായിട്ട് ഇവർ സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ രണ്ട് ആക്ടേഴ്സ് അവരുടെ കിഡിലൻ ആക്ടിങ്, ഇതിന്റെ കൂടെ സാം റൈമിയുടെ ഈ എല്ലാ ജോണറും കൂടി ബെൻഡ് ചെയ്തിട്ടുള്ള ഈ സംഭവങ്ങൾ, ഇതെല്ലാം കൂടി അങ്ങ് വരുമ്പോൾ ഉണ്ടല്ലോ, നല്ല കിഡിലൻ എക്സ്പീരിയൻസ് ആണ്. സിനിമ എയർ റേറ്റഡ് ആണ്. അതായത് ഇതിനകത്ത് നല്ല രീതിയിൽ വയലൻസ്, ഗോറ്, ബ്ലഡ് ഷെഡ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ സർക്കാസ്റ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഈ സിനിമയുടെ തീം എന്ന് പറയുന്നത് ഒരു മെച്യൂർ ഓഡിയൻസിനായിട്ടുള്ള, അതായത് അഡൾട്ട് ഓൺലി, അത് തന്നെയാണത്. ഒരു മൈൽഡ് ന്യൂഡ് സീൻ അടക്കമുള്ള എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട്. സോ എത്ര വലിയ എ സർട്ടിഫിക്കറ്റ് പടമാണെങ്കിലും കേരളത്തിലെ തിയേറ്ററുകളിൽ കുട്ടികളായിട്ട് ആ പടം കാണാൻ പോകും പറ്റും എന്നുള്ളതാണ് റിയാലിറ്റി. അൺഫോർച്ചുനേറ്റ്ലി അങ്ങനത്തെ ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. അബദ്ധവശാൽ പോലും കുട്ടികളായിട്ട് പോകാൻ പറ്റിയ ഒരു പടമല്ല ഈ പടം. എ സർട്ടിഫിക്കറ്റ് ആണ്. നമ്മുടെ നാട്ടിൽ എ സർട്ടിഫിക്കറ്റ് കിട്ടിയ പടങ്ങൾ ഇപ്പോൾ ഡാസീരെ, ധീരം പോലുള്ള പടങ്ങൾക്കൊക്കെ കുട്ടികളായിട്ട് വരുന്ന കുറെ മൊണ്ണകളായിട്ടുള്ള കുറെ പാരന്റ്സ് ഉണ്ട്. അതുപോലെ ഒരു മൊണ്ണ പാരന്റ്സ് ആവാതിരിക്കാൻ ശ്രമിക്കുക. ഇതൊരു അഡൾട്ട്സ് ഓൺലി പടമാണ്. നിങ്ങൾ പോയി കാണുക, കുട്ടികളെയും കൊണ്ട് വരരുത്. ഈ സിനിമയെ പറ്റി ഓൾറെഡി ഞാൻ കുറേ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ വലിച്ചു കീട്ടിയൊന്നും പോകുന്നില്ല. അതായത് ജാനുവരിയിൽ 30 പടങ്ങളാണ് ഞാൻ കണ്ടത്. ഈ 30 പടങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം എന്ന് പറയുന്നത് സെൻഡ് ഹെൽപ്പ് ആണ് ഈ പടം. പിന്നെ മാർട്ടി സുപ്രീം. ഈ രണ്ട് പടങ്ങളിൽ മാത്രമാണ് ഞാൻ പൂർണ്ണമായിട്ടും തൃപ്തിയായിട്ടുള്ളൂ. ബാക്കിയുള്ള പടങ്ങളെല്ലാം ചിലതെല്ലാം ഒരു വാച്ചബിൾ അല്ലെങ്കിൽ ഒരു മീഡിയോ കോർ എക്സ്പീരിയൻസ് നൽകിയാലും ഞാൻ ഹൈലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രണ്ട് പടങ്ങൾ, ഒന്ന് മാർട്ടി സുപ്രീമാണ്, ഒന്ന് സെൻഡ് ഹെൽപ്പാണ്. ഇത് ഞാൻ 2 പ്രാവശ്യത്തിൽ കൂടുതൽ ഈ പടം കാണുകയും ചെയ്യും. കാരണം ഇങ്ങനെ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആവുന്ന സിനിമകളൊക്കെ ഇങ്ങനെ വല്ലപ്പോഴൊക്കെയാണ് വരുന്നുള്ളൂ. അത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണമല്ലോ. അപ്പോൾ ഈ സെൻഡ് ഹെൽപ്പ് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പടത്തിന്. അതുകൊണ്ട് കുറച്ചു കാലം കൂടി ഇതിനകത്ത് ഉണ്ടാവും. നിങ്ങൾ ഒരിക്കലും തിയേറ്ററിൽ മിസ് ചെയ്യരുത്. നിങ്ങളുടെ സിറ്റിയിൽ ഒരു ഏതെങ്കിലുമൊക്കെ ഒരു PLF-ൽ, ഹൈദരാബാദൊക്കെ ആണെന്നുണ്ടെങ്കിൽ PCX-ലൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഈ പടം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മിസ്സാക്കരുത്. മിസ്സാക്കി കഴിഞ്ഞാൽ നഷ്ടമാണ്, നഷ്ടം. അതല്ലാതെ വേറൊന്നും പറയാനില്ല.